Hi everyone, this is Sarun. He is doing PhD in astrophysics at University of I forgot the name actually. Yeah, University of Andres Bello at Chile. So he will be sharing his experience with us today. So hi Sarun, thank you so much for accepting the interview request. So you can start by introducing yourself. You can talk about your background and how you end up reaching at this position like that. Yeah, thanks. First of all, thanks, Apnas, for inviting me. I think it's a good opportunity to share my experience or like how I came here. I think Malayalam would be enough, right? Yeah, both is fine. So which one is Yes. comfortable for you? Yeah, okay. ഞാൻ ആക്ച്വലി എൻ്റെ മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്തത് ഞാൻ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ആയിരുന്നു ചെയ്തത് ഫ്രം അമൃത യൂണിവേഴ്സിറ്റി. മോസ്റ്റ്ലി ഞാൻ ചെയ്തത് അമൃതപുരി ക്യാമ്പസിലാണ്. And final year of my master's, we have like a one semester full where we can go outside and do our master's thesis. So that's how I actually end up in Indian Institute of Astrophysics. So എനിക്ക് astronomy ഭയങ്കര interesting ആയിരുന്നു. Even from, I think everyone is interested to know about the sky. സ്റ്റാർസും കാര്യങ്ങളൊക്കെ എല്ലാവരും ഫാസിനേറ്റ് ചെയ്യുന്നതാണ്. സോ സെയിം. ആൻഡ് എനിക്ക് ആക്ച്വലി ഒരു കോഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇൻ ആസ്ട്രോണമി ഡ്യൂറിങ് മൈ ബാച്ചുലേഴ്സ് ഓർ മാസ്റ്റേഴ്സ്, ബട്ട് സ്റ്റിൽ ഞാൻ ആസ്ട്രോ എടുക്കാമെന്ന് തന്നെ ചൂസ് ചെയ്തു. അങ്ങനെ ഞാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിലെ ഒരു വിസിറ്റിംഗ് സ്റ്റുഡൻറ് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്തിട്ട് അവിടെ എനിക്ക് മാസ്റ്റേഴ്സ് തീസിസിന് സെലക്റ്റഡ് ആവുക ചെയ്തത്. ആൻഡ് അവിടെ ഞാൻ ഡിഡ് മൈ തീസിസ് ഇൻ ലാർജ് മജല്ലനിക് ക്ലൗഡ്. സോ അതിനാണ് ഞാൻ PhD ചെയ്യുന്നത്. സോ ഇൻട്രൊഡക്ഷൻ ഈസ് സംതിങ് ലൈക്ക് മജല്ലനിക് ക്ലൗഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ മിൽക്കി വേയുടെ സാറ്റലൈറ്റ് ഗാലക്സീസ് ആണ്. ലൈക്ക് എർത്തിന് മൂൺ എന്ന പോലെ മിൽക്കി വേ ഹാവ് ലൈക്ക് ലോട്ട് ഓഫ് സാറ്റലൈറ്റ് ഗാലക്സീസ്. അതിലെ മോസ്റ്റ് പ്രൊമിനന്റ് ആയിട്ടുള്ള രണ്ട് ഗാലക്സീസ് ആണ് ദ സ്മോൾ മജല്ലനിക് ക്ലൗഡ് ആൻഡ് ദി ലാർജ് മജല്ലനിക് ക്ലൗഡ്, ടുഗെദർ മജല്ലനിക് ക്ലൗഡ്സ്. ആൻഡ് സോ അതിലായിരുന്നു ഞാൻ മാസ്റ്റേഴ്സ് തീസിസ് ചെയ്തത്. ഞാൻ മാസ്റ്റേഴ്സ് തീസിസ് ചെയ്തത് സ്മിത സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ഡൂഡാണ്. ലൈക്ക് ആൻഡ് ഇഫ് യു നോ, റീസെന്റ് ദർ ഈസ് ലൈക്ക് അന്നപൂർണി സുബ്രഹ്മണ്യം, ദ ഡയറക്ടർ ഓഫ് IIA. പുള്ളിക്കാരിക്ക് പത്മഭൂഷൺ ഒക്കെ കിട്ടിയായിരുന്നു. ഇറ്റ് വാസ് എ ന്യൂസ്. Mm. സോ ഞാൻ ആ ഒരു ടീമിലായിരുന്നു. ദെൻ അവിടുന്ന് ആഫ്റ്റർ മാസ്റ്റേഴ്സ്, സോ ഈ മാസ്റ്റേഴ്സ് നടക്കുന്ന ആക്ച്വലി കോവിഡ് പീരീഡിലായതുകൊണ്ട് ഐ വാസ് ഡൂയിങ് മോസ്റ്റ്ലി മൈ വർക്ക് റിമോട്ട്ലി. ദെൻ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഐ സ്റ്റാർട്ടഡ് ടു അപ്ലൈ ഫോർ PhD പൊസിഷൻസ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു ഫോർ ലൈക്ക് 6 months or 8 months, സംതിങ് ലൈക്ക് ദാറ്റ്. ദെൻ മോസ്റ്റ്ലി ഞാൻ നോക്കിക്കൊണ്ടിരുന്ന യൂറോപ്യൻ കൺട്രീസ് ആയിരുന്നു. മോസ്റ്റ്ലി ജർമ്മനി ആയിരുന്നു ഫസ്റ്റ് എൻ്റെ ഒരു ഫോക്കസ്. ബട്ട് ജർമ്മനിയിൽ ഐ തിങ്ക് ദ വർക്ക് ഈസ് ലൈക്ക് സൂപ്പർ കോൺസെൻട്രേറ്റഡ്, ഓർ ദേ വോണ്ട് someone who is like super aligned with the PhD thesis or project. Then എൻ്റെ ഒരു ഫോക്കസ് ഷിഫ്റ്റഡ് ടു സദേൺ ഹെമിസ്ഫിയർ, വിച്ച് ഇസ് ചിലി. ബിക്കോസ് ഇവിടെയാണ് മജല്ലനിക് ക്ലൗഡ്സ് നമുക്ക് നേക്കഡ് ആയി വെച്ച് ഇവിടെ കാണാൻ പറ്റും. ഹിയർ ഇഫ് യു ഗോ ടു ദി മൗണ്ടെയിൻസ് ഓർ സംതിങ്, ഓർ ഗോ ടു ദി നോർത്ത് ഓഫ് ചിലി, നമുക്ക് ഇതിന്റെ മജല്ലൻ ക്ലൗഡ്സ് എല്ലാം കാണാൻ പറ്റും. ദാറ്റ്സ് ഹൗ ഐ സംഹൗ ended up here in Chile, let's say. ഈ പി അതൊന്നൊരു എച്ച് ഡി ഷോർട്ട്. പോർഷൻ എവിടുന്നാണ് സംഭവം? ഇങ്ങനെ ഏതെങ്കിലും വെബ്സൈറ്റ് വഴിയാണോ? Yes, so astronomy, I think it's well known. There is a website called Astronomy and Astrophysics Job Register. Uh, I think so. That's the pronoun, but it's more like there is a job register for astronomy. അവിടെ എല്ലാം തന്നെ ലിസ്റ്റ് ചെയ്യും. ലൈക്ക് മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് അവിടെ ലിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എവറി പൊസിഷൻസ്, പോസ്റ്റ് ഡോക് ആയിക്കോട്ടെ, PhD പൊസിഷൻസ് ആയിക്കോട്ടെ, റിസർച്ച് അസിസ്റ്റന്റ് ഓർ സയന്റിസ്റ്റ്, എനിത്തിങ്. അത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ലൈക്ക് മെനി അതർ ഫീൽഡ്സിൽ ഇത് കാണാറില്ല, ബട്ട് ഇൻ ആസ്ട്രോണമി ഇറ്റ്സ് ലൈക്ക് സൂപ്പർ ഓർഗനൈസ്ഡ് ഇൻ ദിസ് സിനാരിയോ. സോ നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയും പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ലൈക്ക് മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ്, എല്ലാവരും ഇല്ലെങ്കിലും മോസ്റ്റ് ഓഫ് ദം. ആൻഡ് അതുവഴിയാണ് നമ്മളിപ്പോൾ കൂടുതൽ ആപ്ലിക്കേഷൻസ് അയക്കുന്നത്. സോ അങ്ങനെ ഞാൻ പിന്നെ ഒരു പോയിന്റിൽ ലൈക്ക് ചിലി വാസ് മൈ ഡെസ്റ്റിനേഷൻ കൈൻഡ് ഓഫ്, ബിക്കോസ് ചിലി ഈസ് ദി വേൾഡ് ലീഡർ ഇൻ ഹോസ്റ്റിംഗ് ടെലിസ്കോപ്സ്. സോ ഞാനൊരു ഒബ്സർവേഷൻ ആസ്ട്രോണമർ ആണ്. ലൈക്ക് ആസ്ട്രോണമിയിൽ തന്നെ തിയറി ചെയ്യുന്നവരുണ്ട്, മോഡലിംഗ് ചെയ്യുന്നവരുണ്ട്, ആൻഡ്
ഞാൻ ഒബ്സർവേഷൻ, സോ വി ലൈക്ക് ഒബ്സർവ് തിങ്സ്, സ്റ്റഡി അബൌട്ട് ദാറ്റ്. അപ്പം അതിന് പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് ഈസ് ലൈക്ക് ചിലി. സോ അങ്ങനെ നോക്കുന്നവർക്ക് ചിലി ഒരു നല്ല ഓപ്ഷനാണ്. അങ്ങനെ ഞാനും അപ്പോൾ ഒബ്സർവേഷൻ ആസ്ട്രോണമി ആയതുകൊണ്ടാണ് ഞാൻ ചിലിയിലേക്ക് നോക്കിയത്. സോ ഫൈനലി എൻഡ് അപ്പ് ഇൻ ചിലി. അപ്പോൾ ഈ സോ ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത സമയത്ത് ഈ പ്രൊഫസേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ യൂറോപ്പ് പോലെ? ഇല്ലില്ല. ഇവിടെ ഞാൻ 2022-ലാണ് PhD സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ ഒരു സമയത്ത് ചിലിയിലേക്ക് അത്രയും ഇന്റർനാഷണൽസ് എത്തുന്നില്ലായിരുന്നു. ഒരു പ്രീ കോവിഡ് ആയിരുന്നെങ്കിലും അങ്ങനെ ആരും ഇല്ലായിരുന്നു. ഒരു പോസ്റ്റ് കോവിഡ് ടൈമിലാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് എല്ലാവരും വീട്ടിലിരുന്ന് ഇന്റർനെറ്റിന്റെ യൂസ് ഒക്കെ കൂടിയതും സ്റ്റാർട്ടഡ് ടു സെർച്ച് ഓൺലൈൻ ജോബ്സ്, ഹൈബ്രിഡ് ജോബ്സ് എക്സെട്ര. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇങ്ങോട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി അറിയാനൊക്കെ പറ്റി. ആൻഡ് അങ്ങനെ ഇവിടെ എൻ്റെ അപ്പ് ആവുന്നത്. അതിനു മുമ്പ് ഞാൻ ചിലിയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ലൈക്ക് എവരി വൺ, ഐ വാസ് ഓൾസോ ഫോക്കസ്ഡ് ഓൺ ലൈക്ക് യൂറോപ്പ് ഓർ ഓസ്ട്രേലിയ ഓർ സംവർ ലൈക്ക് ദാറ്റ്. I didn't want to go to US anyway. അപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആരെയും കോണ്ടാക്ട് ചെയ്തിട്ടൊന്നുമില്ല. ബട്ട് ഫോർച്ചുനേറ്റ്ലി ഓർ സം കോയിൻസിഡൻസ് എന്ന് പറയുന്നത്, ഞാൻ IAEA-ൽ ചെയ്തൊരു പേപ്പർ പബ്ലിഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതിന്റെ എഡിറ്റർ എന്ന് പറയുന്നത് ഇവിടുത്തെ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ വൺ ഓഫ് ദി ഡയറക്ടർ ആയിരുന്നു. സോ അങ്ങനൊരു ഇത്, പക്ഷെ അതെനിക്ക് മുമ്പ് അറിയില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് പുള്ളിയെ നേരിട്ട് കാണുന്നത്. ഇൻ ബിറ്റ്വീൻ നോ കോണ്ടാക്ട്സ്. പക്ഷെ ഒരു ഇമ്പോർട്ടൻറ്റ് റീസൺ ഈസ് ലൈക്ക് ഇപ്പോൾ കോമ്പറ്റീഷൻ ഭയങ്കര ഹൈ ആയതുകൊണ്ട് തന്നെ എന്താണ്, അറ്റ്ലീസ്റ്റ് ഒരു പേപ്പറെങ്കിലും ഉണ്ടെങ്കിലാണ് കൂടുതൽ ഇപ്പോൾ സെലക്റ്റഡ് ആവുന്നത്. ഒരു ട്രെൻഡ് കാണുന്നത് അങ്ങനെ. മുമ്പ് അങ്ങനെ ഒരു കൺസ്ട്രെയിൻ വലുതായിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ആൾക്കാരുടെ എണ്ണം കുറവായിരുന്നു. ഞങ്ങൾ വരുന്ന സമയത്ത് ഐ തിങ്ക് ടോട്ടൽ ഒരു 30 ആപ്ലിക്കേഷൻസ് ഒക്കെ, അല്ലെങ്കിൽ ഒരു 40 ആപ്ലിക്കേഷൻസ് എന്നാണ് നമ്മളൊരു 4 പേരെ സെലക്ട് ചെയ്യുന്നത്. നൗ ഇന്ത്യയിൽ നിന്ന് മാത്രം തന്നെ 60+ ആപ്ലിക്കേഷൻസ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി വരാറ്. ഓ, യെസ്. സോ കോമ്പറ്റീഷൻ അത്രയും ഹൈ ആയിട്ടുണ്ട്. ശരിയാണ്. എല്ലാ സ്ഥലത്തും ഇപ്പോൾ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. ശരിയാ. അതെ. ഈ ചിലിയിലെ ആപ്ലിക്കേഷൻ പ്രോസസ്സും കാര്യങ്ങളും എങ്ങനെ ഡിഫറെന്റ് ആണോ അതോ ഓൾമോസ്റ്റ് സെയിം ആണോ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ പോലെ? ഓൾമോസ്റ്റ് സിമിലർ ആണ്. ലൈക്ക് CV, SOP, റെഫറൻസ് ലെറ്റേഴ്സ് എക്സെട്ര. ബട്ട് മോർ ലൈക്ക് ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ടെലിസ്കോപ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും അതിനെപ്പറ്റിയൊക്കെ കൂടെ ഒരു ബ്രീഫിങ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ചാൻസസ് കൂടുതലാണ്. ലൈക്ക് ഇവിടെ ആനിഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അയക്കുമ്പോഴാണ് നമുക്കൊരു ഗവൺമെന്റ് സ്കോളർഷിപ്പ് കിട്ടുന്നത്. ആൻഡ് എല്ലാ യൂണിവേഴ്സിറ്റീസ്, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി കയറിയാലും യൂണിവേഴ്സിറ്റി വിൽ പേ യു സം എമൗണ്ട്. പക്ഷേ എവരി വൺ വിൽ കമ്പൽ യു ടു ലൈക്ക് അപ്ലൈ ഫോർ ദി ആനിഡ് ആപ്ലിക്കേഷൻ, ബിക്കോസ് അത് കുറച്ചും കൂടെ നമുക്ക് പേ ചെയ്യും, ഒരു സ്ലൈറ്റ്ലി മോർ. പക്ഷേ യൂണിവേഴ്സിറ്റി റൂൾ അനുസരിച്ച് നമ്മൾ അതിന് അപ്ലൈ ചെയ്തിരിക്കണം. സോ ആ ആപ്ലിക്കേഷനുമായിട്ട് അലൈൻഡ് ആയിട്ട് വരുന്ന, അല്ലെ അതിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഉള്ള രീതിയിൽ നമ്മൾ SOP എഴുതിയാലാണ് എനിക്കൊന്ന് കുറച്ചും കൂടെ ഫാസ്റ്ററായി അക്സെപ്റ്റഡ് ആവുന്നത്. അത് ഇവിടെ വന്നതിന് ശേഷമാണ് അത് മനസ്സിലാക്കുന്നത്. ഞാൻ നാട്ടിൽ വെച്ചത് മനസ്സിലാക്കിയിട്ടില്ല. സോ ഇപ്പൊ ചോദിക്കുന്നവരുടെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതെ, ഈ ബാക്കിയുള്ള ഫീൽഡും ആസ്ട്രോഫിസിക്സ് പോലെ തന്നെയാണോ ഈ ആപ്ലിക്കേഷൻ ഇവിടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചിലിയില്? അതെ, അതെ. ചിലിയിലെ ബാക്കിയുള്ള ഫീൽഡ്സ് എല്ലാം വളരെ കോമൺ ആണ്. പക്ഷേ ഗ്രേറ്റസ്റ്റ് ചാലഞ്ച് ഈസ് ലൈക്ക് ചിലി ഈസ് എ സ്പാനിഷ് കൺട്രി. സോ ഇവിടെ ഓക്കെ. മോസ്റ്റ് ഓഫ് ദ ലാംഗ്വേജ്. തിങ്സ് ലാംഗ്വേജ് ഒരു ഇഷ്യൂ തന്നെയാണ്. പക്ഷേ ആസ്ട്രോണമി ഈസ് കൈൻഡ് ഓഫ് ദി ഓൺലി കോഴ്സ് ദാറ്റ് ഈസ് ഇന്റർനാഷണലൈസ്ഡ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ആസ്ട്രോണമിയിൽ കോഴ്സസ് എല്ലാം ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും എടുക്കുന്നത്. ബട്ട് ഫിസിക്സ്, അതർ റിലേറ്റഡ് സബ്ജക്റ്റിൽ ലൈക്ക് വി ഹാവ് ലൈക്ക് 1 year കോഴ്സ് വർക്ക്. ആ സമയത്ത് അവർ അത് സ്പാനിഷിൽ തന്നെ ആയിരിക്കും എടുക്കുന്നത്. സോ അങ്ങനത്തെ ഒരു ചലഞ്ച് ഉണ്ട്. സോ അവർ സ്പാനിഷിൽ കോഴ്സസ് ആയതുകൊണ്ട് ചില യൂണിവേഴ്സിറ്റീസ് നമ്മളിപ്പം ഇന്റർനാഷണൽ ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് നമുക്ക് സ്പാനിഷ് അറിയത്തില്ല എങ്കിൽ ചിലപ്പോൾ അത് റിജക്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ദി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് യൂണിവേഴ്സിറ്റി. പക്ഷെ മിക്ക ലൈക്ക് മാത്തമാറ്റിക്സിലായിക്കോട്ടെ, ഫിസിക്സ്, നോർമൽ ഫിസിക്സ്, തിയറട്ടിക്കൽ ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, ഇതിലൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് വർക്ക് ചെയ്യുന്നവർ എനിക്കറിയാം. ഇവിടെ ചിലര് ഡയറക്ട്ലി പ്രൊഫസേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ടും വർക്ക് ചെയ്യാറുണ്ട്, ഇങ്ങോട്ട് മൂവ് ചെയ്യാറുണ്ട്. ഇപ്പൊ സോ ഏറ്റവും പോസിബിൾ ബെസ്റ്റ് വേ ആണ്. എന്ന് പറയുന്നത് ഈ ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള PhD പൊസിഷൻസ് അഡ്വർടൈസ് ചെയ്തതിന് അപ്ലൈ ചെയ്യുന്നതാണല്ലേ, കോൾഡ് മെയിലിനേക്കാളും. അതെ. ഉം. അതെ, അതെ. അവിടുത്തെ അതായത് ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ വെബ്സൈറ്റിൽ ഇത് എല്ലാം ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടായിരിക്കും.
സോ ബെസ്റ്റ് വേ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് വി ക്യാൻ ആക്ച്വലി കോൺടാക്ട് സം ഓഫ് ദി പ്രൊഫസേഴ്സ് ഇൻ ദാറ്റ് യൂണിവേഴ്സിറ്റി. നമ്മൾ ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മളുമായിട്ട് അലൈറ്റ് ആയിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ ലൈക്ക് ഇവിടെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്യുന്നവരില്ല. ലൈക്ക് ആസ്ട്രോണമി ആണെങ്കിലും ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പം ഡിഫറെൻറ്റ് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പോൾ എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്യുന്നവർ എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഇല്ല. അപ്പോൾ ചില യൂണിവേഴ്സിറ്റീസിൽ ഒബ്സർവേഷൻ ആയിരിക്കും കൂടുതൽ, ചില യൂണിവേഴ്സിറ്റിയിൽ സിമുലേഷൻ ടീംസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുന്നത്, ചില യൂണിവേഴ്സിറ്റീസിൽ അങ്ങനെ. ആൻഡ് അത് പ്ലസ് ലൈക്ക് ഈച്ച് പ്രൊഫസേഴ്സിന് ലൈക്ക് ചിലർക്ക് 2 സ്റ്റുഡൻസിൽ കൂടുതൽ എടുക്കില്ല, ചിലർ മാത്രമേ ഉള്ളൂ 3-4 PhD സ്റ്റുഡൻസിന് അറ്റ് എ ടൈം എടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഡിപ്പെൻഡന്റ് ആണ് നമ്മൾ അയക്കുന്ന ആപ്ലിക്കേഷനായിട്ട്. പക്ഷേ ഇതൊന്നും ആപ്ലിക്കേഷൻ അയക്കുന്ന ഒരാൾക്ക് അറിയാൻ പറ്റില്ലല്ലോ. ലൈക്ക് ഇത് വളരെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യമാണ്. ഒന്നെങ്കിൽ നമ്മൾ അവിടെ ഉള്ള ഒരു ഇന്ത്യൻ സ്റ്റുഡന്റിനെ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രൊഫസേഴ്സിന് ഡയറക്റ്റ് മെയിൽ അയക്കുകയോ, അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ചിലിയൻ യൂണിവേഴ്സിറ്റീസിൽ ഇപ്പം അറ്റ്ലീസ്റ്റ് ദർ ഈസ് സം ഇന്ത്യൻസ്. റൈറ്റ്. അവിടെ സ്ട്രക്ചർ എങ്ങനെ PhD-യുടെ എത്ര വർഷമാണ്? അങ്ങനെ കാര്യങ്ങൾ. PhD ഇവിടെ 4 years ആണ്. ഫസ്റ്റ് ഇയർ കോഴ്സ് വർക്ക്, ദെൻ നമുക്കൊരു ക്വാളിഫയിങ് എക്സാം ഉണ്ട്. ഡിപ്പെൻസ് ഓൺ യൂണിവേഴ്സിറ്റീസ്. ചിലടത്ത് റിട്ടേൺ എക്സാം ആണ്, ചിലർക്ക് ഓറൽ എക്സാം ആണ്, ചിലർക്ക് കമ്പൈനിങ് ബോത്ത്. ആൻഡ് അത് ഫസ്റ്റ് ഇയർ എൻഡിൽ നമ്മളത് ചെയ്യണം. സോ വൺസ് ദാറ്റ്സ് ഡൺ നമ്മൾ വി ആർ ക്വാളിഫൈഡ് ഫോർ എ PhD പൊസിഷൻ. ദെൻ നമ്മുടെ ലൈക്ക് ഐ തിങ്ക് ഇത് പിന്നെ എല്ലായിടത്തും ഉള്ളതായിരിക്കും. ലൈക്ക് വി ഹാവ് ടു പ്രൊപ്പോസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഫോർ ദ തീസിസ് എക്സെട്ര എക്സെട്ര, ആൻഡ് ദാറ്റ് ഓൾസോ ഹാവ് ടു ബി അപ്രൂവ്ഡ്. Then we have something like 2.5 years more to finish. We can extend 6 months more if you want, or 1 year if you want. ഓക്കെ. അപ്പോൾ ഈ സ്പാനിഷ് ആണ് അവിടുത്തെ ലാംഗ്വേജ് എന്ന് പറഞ്ഞപ്പം, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ സമയത്ത് നമ്മൾ IELTS പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി ടെസ്റ്റ്. IELTS ഒരു മാൻഡേറ്ററി സംഭവമൊന്നുമല്ല, ലൈക്ക് ഇവർ ചോദിക്കുന്ന പോലെയില്ല. സോ യെസ്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. ലൈക്ക് IELTS ഇല്ലാതെ ഇങ്ങോട്ട് വരാൻ നമുക്ക് പറ്റും. സോ IELTS ഇല്ലാത്തൊരു രാജ്യം നോക്കുന്നെങ്കിൽ ദിസ് ഈസ് വൺ. എക്സ്പെഷ്യലി ആസ്ട്രോണമി ആണെങ്കിൽ ദർ ഈസ് ഹൈ ചാൻസ്. ആൻഡ് അതർ സബ്ജക്ട്സിൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് വി ഹാവ് ടു സ്പാനിഷ്. റിയലി കോണ്ടാക്ട്. സ്പാനിഷ് ഒരു ഇഷ്യൂ ആണ്. അപ്പൊ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യുക ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരും. ഫോർ എക്സാമ്പിൾ ലൈക്ക് നമുക്ക് ചോദിക്കാം, ആ പ്രൊഫസേഴ്സിന് മെയിൽ അയച്ച് ചോദിക്കുക എന്നുള്ളത്. ആൻഡ് ഇവിടുത്തെ പ്രൊഫസേഴ്സ് ആർ വെരി ഫ്ലെക്സിബിൾ ആൻഡ് മെനി ഓഫ് ദം ആർ ബിസി. സോ ഉടനെ ഒരു റിപ്ലൈ കിട്ടുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് എല്ലാവർക്കും ഒക്കെ മെയിൽ അയച്ച് നോക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. അതെ അതെ അതെ, ശരിയാണ്. അപ്പൊ നമുക്ക് എന്താണ് ഫ്യൂച്ചർ പ്ലാന്? ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായില്ലേ? യെസ്, ഓൾമോസ്റ്റ് 99% ഓ, കംപ്ലീറ്റ് സംതിങ്. അതെ, തീസിസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? എന്റെ തീസിസ് അപ്രൂവ്ഡ് ആയി. ഞങ്ങൾക്ക് ഇവിടെ ഡിഫൻസ് 2 പാർട്ടായിട്ടാണ്. ഒരു പ്രൈവറ്റ് ഓക്കെ. ഡിഫൻസ് ഉണ്ട്. സോ പ്രൈവറ്റ് ഡിഫൻസ് ആണ് മെയിൻ, വിച്ച് ഈസ് ലൈക്ക് നമ്മളും തീസിസ് കമ്മിറ്റി പ്ലസ് ഡയറക്ടർ കൂടി ഇരുന്നിട്ട് കുറച്ച് സമയത്ത് ദാറ്റ് മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് കുറെ പരിപാടി. ആൻഡ് അത് കഴിഞ്ഞ ഒരു പബ്ലിക് ഡിഫൻസ് ഈസ് മോർ ലൈക്ക് ഒരു ജസ്റ്റ് ഒരു പബ്ലിക് പ്രസന്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലേ ഉള്ളൂ. ജസ്റ്റ് ഒരു പ്രസന്റേഷൻ, ഫ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ദെൻ കോക്ടെയിൽസ്. പിന്നെ അതാണ് പെൻഡിങ്. ഫെബ്രുവരി ഇവിടെ വെക്കേഷൻസ് ആണ്. സോ മാർച്ചിലേക്കാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്ലാൻ എന്തെങ്കിലും? അത് കഴിഞ്ഞിട്ട് റിസർച്ച് തന്നെയാണ്. ലൈക്ക് നമുക്ക് ആസ്ട്രോണമിന്ന് അക്കാഡമിക്സ്, ആസ്ട്രോണമി എന്നല്ല എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക PhD അക്കാഡമിയിലേക്ക് പോകുന്നവരുണ്ട്, ഓർ ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നവരുണ്ട്. സോ ഞാൻ അക്കാഡമിക് തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം റിസർച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക, ലൈക്ക് പോസ്റ്റ് ഡോക്ക് അങ്ങനത്തെ അപ്ലൈ ചെയ്യാനാണ് പ്ലാൻ. ഒന്നുമില്ല. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഓൾ ദ ബെസ്റ്റ് വിത്ത് ദാറ്റ്. അതെ. അപ്പൊ ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, ഇതിപ്പം ചിലിയില് അല്ലെങ്കിൽ ആസ്ട്രോഫിസിക്സിൽ PhD ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു PhD ആസ്പിരന്റിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല അഡ്വൈസ് എന്താണെന്നുള്ളത്? ഓക്കെ. വളരെ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ മാത്രം ചെയ്യാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എക്സ്പെഷ്യലി ഇൻ ചിലി സാലറി അത്ര ഹൈ ഒന്നുമല്ല. സോ യു ഗെറ്റ് സംതിങ് ടു ലീവ് ഹിയർ, ദാറ്റ്സ് ഇറ്റ്. ഒരു ബെയർ മിനിമം ഒരു കേസാണ് ഞാൻ പറഞ്ഞത്. ആനിഡ് ഒക്കെ കിട്ടി, അതായത് ഒരു ഗവൺമെന്റ് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒക്കെ കാണും. സ്റ്റിൽ ദാറ്റ് വോണ്ട് ബി ഇനഫ് ഫോർ ലൈക്ക് എ സപ്പോർട്ട് യുവർ ഫാമിലി. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. സോ
വളരെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വരിക. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആണ് നമ്മൾ ഈ ഫീൽഡ് ചൂസ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം അത് ഐ തിങ്ക് എവറി PhD ഫീൽഡ് അങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് അതർവൈസ് ഇത് ഡിഫിക്കൽട്ട് ആണ്. ബിക്കോസ് ത്രൂ ഔട്ട് ദ പീരീഡ് നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. ലൈക്ക് നമ്മൾ തന്നെ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കുറെ സമയം ഉണ്ടാവും. ഇതെടുത്തത് വേണോ വേണ്ടായോ, അല്ലെങ്കിൽ ബിക്കോസ് വി ആർ കൈൻഡ് ഓഫ് അണ്ടർ പെയ്ഡ് അറ്റ് സം പോയിന്റ്, അങ്ങനെ നമുക്ക് തോന്നുമല്ലോ. സോ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏതൊരു PhD ആണെങ്കിലും എടുക്കാവുള്ളൂ. കമ്മിങ് ടു ചിലി, സ്പാനിഷ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. സ്പാനിഷ് ഒക്കെ പഠിക്കാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇവിടെ സർവൈവ് ചെയ്യാം. ഇല്ലെങ്കിൽ പറ്റും. ഇപ്പം കോഴ്സ് ചെയ്യാനോ PhD ഇൻ ആസ്ട്രോണമി ചെയ്യാനോ സ്പാനിഷ് ഈസ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്, ബട്ട് അതർ കോഴ്സസ് ട്രൈ ടു ലേൺ സ്പാനിഷ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണ്, സി വി എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം? CV ബൂസ്റ്റ് ചെയ്യാൻ. അതെ. ഓക്കെ, ആസ്ട്രോണമിയിൽ ആക്ച്വലി നൗ ഡേയ്സ് കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഈസ് ലൈക്ക് ഇൻസ്ട്രുമെന്റേഷൻ കോഴ്സസ്, ഒബ്സർവേഷൻസ് ഓർ മെഷീൻ ലേണിംഗ്, AI ഇങ്ങനത്തെ പ്രോജക്ട്സ് ഒക്കെയാണ് കുറച്ചും കൂടെ ഹൈലൈറ്റഡ് ആയി വരുന്നത്. അപ്പം ഇതുപോലുള്ള ടീമിൽ ചേരുക, കുറെ പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുക, ഓർ ലൈക്ക് ബീങ് പാർട്ട് ഓഫ് എ ബിഗ് കൊളാബറേഷൻ, നമുക്ക് കുറെ കോത പേപ്പേഴ്സ് കിട്ടും. ഇങ്ങനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് CV ബൂസ്റ്റ് ചെയ്യാം. പിന്നെ ചിലിയിൽ കിട്ടുന്ന ഒരു ഏറ്റവും വലിയ പ്രിവിലേജ് ആണ് ഗോയിങ് ടു ഒബ്സർവേഷൻസ് ഓർ ഗോയിങ് ടു ഒബ്സർവേറ്ററി. അപ്പം അത് മാക്സിമം ഇവിടെ വന്നാൽ യൂട്ടിലൈസ് ചെയ്യുക. ഒബ്സർവേറ്ററീസിൽ പോവുക. ചില സമയത്ത് നമുക്ക് ചില ഇൻസ്ട്രുമെന്റ് ഡെവലപ്മെന്റിന്റെ പാർട്ടോ അല്ലെങ്കിൽ ടെസ്റ്റിങ്ങിന്റെ പാർട്ടോ ഒക്കെ ആകാൻ പറ്റും. അങ്ങനെ എല്ലാവരും ചെയ്യുന്നൊന്നല്ല, പക്ഷെ കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിനൊക്കെ മാക്സിമം ചെയ്യുക. അങ്ങനെ CV ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഒരുപാട് ഇന്റർനാഷണൽ കൊളാബറേഷൻസ് ചിലിയിലുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ ചിലിയാണ് വേൾഡ് ലീഡർ ഇൻ ഹോസ്റ്റിംഗ് ടെലിസ്കോപ്സ്. ആൻഡ് ആസ്ട്രോണമിയിൽ തന്നെ ഏറ്റവും എല്ലാവരും ഭയങ്കര ഒരു ഓവർ ഹൈപ്പ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് യൂറോപ്യൻ സദേൺ ഒബ്സർവേറ്ററി, ഈസോ. ആൻഡ് ഈസോ ടെലിസ്കോപ്സിന്റെ മോസ്റ്റ് ഓഫ് ദം ഈസ് ഹിയർ ഇൻ ചിലി. ആൻഡ് ഈസോയുടെ ഒരു എന്താണ് ഓഫീസും ഇവിടെ ചിലിയിലുണ്ട്. സോ ഇന്റർനാഷണൽ സയന്റിസ്റ്റ് അവിടെ വന്ന് ടോക്ക് കൊടുക്കാറുണ്ട്. സോ യു ക്യാൻ ഗോ ആൻഡ് ഹിയർ ദം, ടോക്ക് വിത്ത് ദം, ഇന്ററാക്ട് വിത്ത് ദം, എക്സെട്ര. ഇപ്പൊ കണക്ഷൻസ് പ്ലസ് പേപ്പേഴ്സ് ആൻഡ് കൊളാബറേഷൻസ് ബൂസ്റ്റ് ചെയ്യാൻ ചിലി ഈസ് ദ ബെസ്റ്റ് പ്ലേസ്. അതും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് എനിക്ക് തോന്നുന്നത് ഒരു CV ബൂസ്റ്റിംഗ് മാത്രമല്ല, ഈ ഫീൽഡിൽ നിൽക്കണമെങ്കിൽ ഐ തിങ്ക് വി നീഡ് കണക്ഷൻസ് ടു. ബിക്കോസ് നമ്മളൊരു ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ ഐ നോ ഹിം ആൻഡ് ഐ ഹാവ് മെറ്റ് ഹിം ദർ, ഹീസ് റിയലി ഗുഡ്, സോ വി ക്യാൻ ബ്രിങ് ഹിം ടു ആൻ ഇന്റർവ്യൂ ലൈക്ക് ദാറ്റ്. അപ്പം അങ്ങനത്തുള്ള സിറ്റുവേഷൻസും വരാം. ബിക്കോസ് അതർവൈസ് നമ്മൾ ആരുടെ അടുത്ത് മിണ്ടുന്നില്ല, കൊളാബറേറ്റ് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ലെങ്കിൽ ഐ ഡോണ്ട് നോ ഇഫ് ഒരു വലിയ CV ഉണ്ടെങ്കിലും ചിലപ്പം നമ്മൾ സെലക്ട് ചെയ്യണം നിർബന്ധമില്ല. Nowadays, like people need more people who are like proactive, collaborative, working in a team, etc. True. Yeah, I think നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തെന്ന് തോന്നുന്നു. Right. തുടക്കത്തിൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു, ഇൻസ്പിറേഷനും അതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറണ്ട് റിസർച്ച് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, PhD ആസ്പിറൻസിനുള്ള അഡ്വൈസ് പറഞ്ഞു, ഫ്യൂച്ചർ പ്ലാൻ പറഞ്ഞു. We almost covered everything. Okay, great. Yeah, that's great. Thank you so much. Thanks a lot. Yes.